കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിലേക്ക്. കുടിശ്ശിക നൽകാത്തത് മൂലം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം കമ്പനിക്കാർ നിർത്തിവെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യുവജന സംഘടനകൾ. സ്റ്റെന്റ്, വയർ, കത്തീറ്റർ, പേസ് മേക്കർ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണമാണ് കമ്പനികൾ നിർത്തിയിരിക്കുന്നത്. 20 കോടിയോളം തുകയാണ് ഈ ഇനത്തിൽ കമ്പനികൾക്ക് നൽകാനുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. കമ്പനികൾ വിതരണം നിർത്തിയതോടെ ഉപകരണങ്ങൾക്ക് കടുത്ത ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നില തുടർന്നാൽ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാവാനാണ് സാധ്യത. മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ഏകദേശം 250ഓളം ആൻജിയോപ്ലാസ്റ്റിയും 350ഓളം ആൻജിയോഗ്രാമും നടക്കുന്നുണ്ട്. നമ്മുടെ കേരളം ഭരിക്കുന്ന കേരള സർക്കാർ തികഞ്ഞ പരാജയമാണ് ഈ കാര്യത്തിൽ. ഇവിടുത്തെ സാധാരണക്കാരുടെ ആശ്രയകേന്ദ്രമായ മെഡിക്കൽ കോളേജിലേക്ക് സാധാരണക്കാർ എത്തിക്കഴിഞ്ഞാൽ അവന് ഒരു പാരസെറ്റമോൾ പോലും ലഭിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ കേരളത്തെ എത്തിച്ചതിന് ധാർമ്മിക ഉത്തരവാദിത്വം അത് ഈ കേരള സർക്കാരിന് ഉടനടി ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ സമയമാണ്. ആ ഇലക്ഷൻ സമയത്ത് മറ്റ് സമരമാർഗ്ഗങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമീപ ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരവുമായി രംഗത്തിറങ്ങാനാണ് സംഘടനകളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.